ഒരു 7 വർഷത്തോളായിട്ട് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ പിന്നെ അത്ര ക്ഷമയുള്ള ഒരു ഡോക്ടറാണ്. നമസ്കാരം, ഞാൻ മഞ്ചേരി നിറങ്കോട് എന്ന ദേശത്താണ് താമസിക്കുന്നത്. ഒരു 7 വർഷത്തോളമായിട്ട് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, കൈന്റെ ഞരമ്പുകൾക്ക് ബ്ലോക്ക് ഇങ്ങനത്തെ അസുഖങ്ങൾ കൊണ്ട് ഒരുപാട് മരുന്നുകൾ കഴിച്ചു. ഇംഗ്ലീഷ് മരുന്നുകൾ കുടിച്ച് മതിയായിട്ടാണ് ഞാൻ ലാസ്റ്റ് എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ദിബിൻ എന്ന് പറയുന്ന ഒരാളുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് പൂക്കോട്ടുംപാടം മാമ്പറ്റത്ത് താമസിക്കുന്ന ബാസിദ് ഡോക്ടർ സാറിനെ പോയി കണ്ടു. സാറ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് കേട്ട് മനസ്സിലാക്കി അതിനുശേഷം എനിക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങി. ഇപ്പൊ ഞാൻ ഏകദേശം ഒരു 10 വട്ടം ഞാൻ ഡോക്ടർക്ക് പോയി. എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഫസ്റ്റ് ചെന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒന്നും തോന്നിയില്ല, താല്പര്യമൊന്നും തോന്നിയില്ല. കാരണം ഇത്രയും മരുന്ന് കഴിച്ചതിന് ശേഷം ഞാൻ അക്യുപഞ്ചറിന് ചെല്ലുകയാണ്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഫസ്റ്റ് വട്ടം പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ വ്യത്യാസം തോന്നി. അതിൽ രണ്ടാമത് വീണ്ടും ഞാൻ പോയി. അപ്പോൾ കുറച്ചും കൂടെ മാറ്റം വന്നു. മൂന്നാമത് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഇനി ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ കൊളസ്ട്രോൾ, പ്രഷറിന്റെ ടാബ്ലറ്റ് ഞാൻ ഏകദേശം നിർത്തിയ പോലെയാണ്. ഷുഗറിന്റെ ടാബ്ലറ്റ് പോലും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി ഞരമ്പുകളുടെ പ്രശ്നങ്ങൾ, വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഒന്നും തോന്നുന്നില്ല. ഞാൻ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരാളായിരുന്നു. ഒരു 88 കിലോ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 4 കിലോയോളം വെയിറ്റും കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് നീർക്കെട്ട് മറ്റു കാര്യങ്ങളെല്ലാം നല്ല മാറ്റം തോന്നുന്നുണ്ട് എനിക്ക്. പിന്നെ ഡോക്ടർ എന്ന് അത്ര ക്ഷമയുള്ള ഒരു ഡോക്ടറാണ്. എല്ലാ കാര്യങ്ങളും നിന്ന് നമ്മുടെ കൂടെ അത്രേ ടൈം നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു നമ്മളോട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മരുന്ന് നമുക്ക് തന്നു നല്ല മാറ്റമുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷിക്കണം അക്യുപഞ്ചർ. അപ്പോൾ എനിക്ക് ഡോക്ടറോട് ഒരുപാട് താങ്ക്സ്. കാരണം ഞാൻ ഇത്ര ഒരു റിലാക്സ് ആയിട്ട് ഞാനിപ്പോൾ 2 മാസം കൊണ്ട് നല്ലൊരു ശരീരത്തിന് നല്ലൊരു സുഖം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഡോക്ടർക്ക് ഒരുപാട് നന്ദി.